സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ദുബായ്, കുവൈത്ത്, ഖത്തറിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ഐഫ. ചിക്കൻ ഐഫ എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. പുതിയ ആളാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ ചിക്കൻ ഐഫ എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വാ. ആദ്യം ഞാൻ ചിക്കന്, ഇത് 100 ഗ്രാമുള്ള ചിക്കനാണ്, ഫുൾ ചിക്കന്, സ്കിൻ കോയാണ്. അതിനെ അൽഫാമിന് വേണ്ടിയിട്ട് കട്ടാക്കുന്നത്, അതുപോലെ ചെയ്ത് വെക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മസാല ചേർക്കാൻ, മസാല പേസ്റ്റാക്കിയിട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊക്കെ വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ല കട്ടത്തൈര് ചേർത്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ചേർക്കാനുള്ളത് പച്ച മസാലയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് ചേർക്കണം. അവസാനം ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുപുളിയാണ്, നാരങ്ങ, ഒരു ഫുള്ള് നാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം റെഡിയാവണേ. നമുക്ക് ഇത് ചിക്കനിലേക്ക് തേച്ച് വെക്കാനുള്ളതാണ്. ഈ മസാല ആയതിനു ശേഷം ചിക്കനിലേക്ക് ശരിക്കും പേസ്റ്റാക്കി തേക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇന്ന മസാല പാങ്ങത തേച്ച് കൊടുക്കണം, ശരിക്കും തേച്ച് വെക്കണം. ഞാൻ ഫുൾ ചിക്കന് 2 പീസായിട്ട് വെച്ചതുള്ളത്. ഏകദേശം അൽഫാമിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഇതാക്കിയിട്ടുള്ളത്. ഫുള്ള് നന്നായി തേച്ച് കൊടുക്കണം. ഇതും അതേപോലെ. ഇനി നമുക്ക് ഈ ചിക്കന് റെസ്റ്റിന് വെക്കണം. അരമണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂർ, മാക്സിമം പോയി 1 മണിക്കൂർ ഇനി റെസ്റ്റ് വെക്കണം. ഫ്രിഡ്ജിൽ വേണം ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വേണം പുറത്താവും, നിങ്ങളെ ചോയ്സ് എങ്ങനെയുള്ള. അപ്പോൾ നമുക്ക് ഇതിനെ റെസ്റ്റിന് വെക്കാം. ആ റെസ്റ്റിന് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഷെഡ്യൂളുണ്ട്, അത് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ. നമുക്ക് വേണ്ടത് പൂങ്ങി വെച്ച മുട്ടൻ്റെ വെള്ള, മഞ്ഞ ഒഴിവാക്കിയത് വെള്ള, ഫ്രഷ് ക്രീം, പാല്, സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര, ഉപ്പ്, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 സ്ലൈസഡ് ചീസ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിനെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുണ്ട്. ആദ്യം ചേർക്കാനുള്ളത് മുട്ട, അതിലേക്ക് ഫ്രഷ് ക്രീം, പിന്നെ വെളുത്തുള്ളി, പാല്, സ്ലൈസഡ് ചീസ്, ഉപ്പ്, പഞ്ചസാര. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് നമ്മൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല തിക്നെസ്സെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാനാണുള്ള. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി യൂട്യൂബ് തുടങ്ങിയിട്ട് പിന്നെ വരുമാനം തുടങ്ങിയ റവന്യൂ വരാൻ തുടങ്ങിയാണല്ലോ. ഇൻഷാ അല്ലാ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ മോണിറ്റൈസേഷനായിട്ട് ഉള്ളൊരു വീഡിയോ ഇടണം എന്നുള്ള സ്വപ്നമുണ്ട്. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് എപ്പോഴും എൻ്റെ വീഡിയോ നിങ്ങൾ പറയാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. അത് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ യൂട്യൂബിലിടുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടാലേ നമുക്ക് വാച്ച് അവർ കൂടുകയുള്ളൂ.
നമുക്ക് 4000 വാച്ച് അവറാണ് വേണ്ടത് മോണിറ്റൈസേഷന്. ഇപ്പോൾ ഏകദേശം 2000 കഴിഞ്ഞ്. ഇൻഷാ അല്ലാ ഇനിയും 2000 ആവാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. ഒരു ദിവസം ഇൻഷാ അല്ലാ എൻ്റെ ഈ സ്വപ്നം എന്താണെന്നതിൽ പറയുക, പിന്നെ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു ദിവസം 4000 വാച്ചിങ് അവറും മോണിറ്റൈസേഷനും എല്ലാം ആയിട്ട് ഒരു ദിവസം റവന്യൂ വരും തന്നെയാണ് വിചാരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടിയത്. അപ്പോൾ നമുക്ക് എന്താക്കാനില്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഐഫ തയ്യാറാക്കാം. ബാ, ഗ്യാസ് ഓൺ ചെയ്ത് ഫ്രൈ പാനിലാണ് ഇത് ചെയ്യുന്നുള്ള. ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നുള്ള. അതപ്പോൾ അങ്ങനെ സൺഫ്ലവർ ഒഴിക്കണം. അപ്പോൾ നമ്മൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. ചിക്കൻ നല്ലതായ രീതിയിൽ ഫ്രൈ ആണുണ്ട്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് അതിനെ മറിച്ചിടേണ്ടതായിട്ടുണ്ട്. തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കണം. അപ്പോൾ നമ്മളെ ചിക്കൻ ഐഫാൻ്റെ ലാസ്റ്റിലേക്ക് എത്താനായി. ഏകദേശം ഇപ്പോൾ 20 മിനിറ്റായി. മറിച്ചും തിരിച്ച് ചെയ്തതാ ഈ ഒരു ലെവലിലേക്ക് എത്തി. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും ഇതെല്ലാം അത് ഇതിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ നമ്മൾ നേരെ അടിച്ച് വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് മയണൈസ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും മിക്സാക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും കൊടുക്കണം. തിരിച്ചും മറിച്ചും കൊടുക്കല അതിൻ്റെ ഏറ്റവും വലിയ ഘടകം. ചിക്കൻ നൈഫ തിരിച്ചും മറിച്ചും ഇടണം. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ ചിക്കൻ നൈഫയുടെ റെഡി ആയിക്കോന്നുണ്ട്. നമുക്ക് ഈ മയണൈസ് ചേർത്തതിന് ശേഷം 5 മിനിറ്റ് സമയമാണ് നമുക്ക് ഇതിൽ വെക്കേണ്ടത്. തീയിൽ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം വെക്കണം. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 പീസും കൂടി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേറൊരു ബോളിലേക്ക് മാറ്റാം. ആദ്യം ഫസ്റ്റത്തെ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഹാഫ് വേവ് ആകുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ രണ്ടാമത്തേലും ചിക്കന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലും തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കണം. സെക്കൻഡ് ട്രിപ്പ് റെഡി ആയിക്കോന്നുണ്ട്. ഏകദേശം 20 മിനിറ്റ് ആവാനായി.
നല്ല മണമുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ലാസ്റ്റിൻ്റെ മയണൈസിന് ഇതിലേക്ക് ചേർക്കാനുണ്ട്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയം നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ചു വിടണം. അപ്പോഴേക്ക് ഇത് ഫുൾ ക്ലിയർ ആവും. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ചെയ്ത് കൊടുക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്നിട്ട് ഇതിനെ പാങ്ങല മിക്സാക്കിയിട്ട് കൊടുക്കണം. ഓഫ്, ഇങ്ങനെ നമ്മളെ ചിക്കൻ റെഡിയായി. ട്രെൻഡിങ്ങായ ചിക്കന് റെഡി ആയിക്കോന്നുണ്ട്. ഒരു 3 മിനിറ്റും കൂടി കഴിയണം. ചെറിയ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ തീയെല്ലാം ഓഫാക്കി ഒന്ന് അടിച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചിക്കൻ ഐഫ എല്ലാം പറയുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സമയമാണ്. നമ്മളെ ഗൾഫിലല്ലോ, ദുബായ് ഖത്തറിലല്ലോ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗസ്റ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. വാ, എങ്ങനെ നോക്കാൻ, ഇത് എങ്ങനെയെന്ന് നോക്കണം കഴിച്ചിട്ട്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെയുണ്ട്? സൂപ്പറാ. തിന്നതിനെ ഏശോ. അയ്യോ, സൂപ്പറാ. അയ്യോ, അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ടേസ്റ്റായി, ഇഷ്ടമായി. അപ്പം നമ്മ ഒന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഉണ്ടാക്കിയതല്ലേ, നല്ല സോഫ്റ്റായിന്. ഏകദേശം 1/2 മണിക്കൂർ 20 മിനിറ്റ് 1/2 മണിക്കൂറോളം സമയം അതിനെ വേവിച്ചിന്. അപ്പോൾ നമ്മ കഴിച്ചു വെക്കാനുള്ള സമയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാഅല്ലാഹ്, ഓക്കെ, നല്ലതാ സോഫ്റ്റ് കോഴി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ഒരു റെസിപ്പിയാണിത്, ചിക്കൻ നൈഫ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ഫുള്ള് കഴിച്ചിട്ട് തീർക്കാനുള്ള സമയമില്ല ഈ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.